അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറത്തു ഗാഫിർ, മുഅ്മിൻ 8 വരെയുള്ള ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു. ഇനി 9 മുതലുള്ള ആയത്താണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم إن الذين كفروا ينادون لمقت الله أكبر من مقتكم أنفسكم إذ تدعون إلى الإيمان فتكفرون قالوا ربنا أمتنا اثنتين وأحييتنا اثنتين فاعترفنا بذنوبنا فهل إلى خروج من سبيل ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ആളുകൾ ആരാണ്? എന്തൊക്കെയാണ് അവരുടെ ഗുണങ്ങൾ? നമ്മൾ അതാണ് സംസാരിച്ച് വരുന്നത്. അഥവാ വിശ്വാസികളെ സമാശ്വസിപ്പിക്കുന്ന ആയത്തുകളാണ് ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരായത്തും കൂടി, 9-ാമത്തെ ആയത്തും കൂടി മലക്കുകളുടെ പ്രാർത്ഥനയാണ് അതിൽ പറയുന്നത്. വഖീഹിം, മലക്കുകൾ പ്രാർത്ഥിക്കും. എന്താ മലക്കുകൾ പ്രാർത്ഥിക്കുക? വഖീഹിം, അവരെ സംരക്ഷിക്കുക. വക്കിന ആദാബ് എന്നാർ പറയും. ചില വാക്കുകളൊക്കെ അർത്ഥമെങ്കിൽ നമ്മൾ മനസ്സിലായി പോവാം. അവരെ സംരക്ഷിക്കുക. അസയ്യാത്ത്, വിപത്തുകളെ തൊട്ട്. സയ്യാത്ത് തിന്മ, വിപത്തുകൾ, അതൊക്കെ മലയാളികളിച്ച വാക്കുകളാട്ടോ. വിപത്തുകളെ തൊട്ട് അവരെ സംരക്ഷിക്കും. ഇനി വിപത്തുകളെ തൊട്ട് സംരക്ഷിച്ച ആളുകൾക്കുള്ള നേട്ടം എന്താ? അതാണ് പറയുന്നത്. വമൻ തഖി സയ്യാത്തി യൗമഇദിൻ, ആ ദിവസം വിപത്തുകളുടെ അഥവാ തിന്മകളുടെ ശിക്ഷകളെ തൊട്ട് നീ ആരെയാണോ കാത്തത്, വമൻ ആരെങ്കിലും തക്കി നീ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അസയ്യാത്ത് തിന്മകളുടെ ശിക്ഷകളെ തൊട്ട്. അവിടെ തിന്മകളെ തൊട്ട് പറയാതിരിക്കാൻ കാരണം എന്താ പറയുക? ഇത് ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന കാര്യം. ഖിയാമത്ത് നാളിൽ തിന്മ നടക്കൂലല്ലോ. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന എന്താ? തിന്മകളുടെ ശിക്ഷകളാണ്. തിന്മകളുടെ ശിക്ഷ പറഞ്ഞാൽ എന്താ? നരകാണ്. യൗമഇദിൻ പറഞ്ഞാൽ ആ ദിവസം, യൗമഇദിൻ ആ ദിവസം അഥവാ പരലോകം. പരലോകത്ത് ആ ദിവസം തിന്മകളുടെ ശിക്ഷകളെ തൊട്ട് ആരെയാണോ നീ കാത്തത്, വമൻ ആരെയെങ്കിലും തക്കി നീ കാത്താൽ, സംരക്ഷിച്ചാൽ, അസയ്യാത്ത് തിന്മകളുടെ ശിക്ഷകളെ തൊട്ട്. തിന്മകളെ തൊട്ട് പറഞ്ഞാൽ പറയാം, അവിടെ തിന്മകൾ സംഭവിക്കൂലോ. അപ്പൊ തിന്മകളുടെ ശിക്ഷയെ തൊട്ട് അഥവാ നരകത്തെ തൊട്ട് നീ ആരെയാണോ സംരക്ഷിച്ചത്, യൗമഇദിൻ ആ ദിവസം പരലോകത്ത്, ഫഖദ് റഹിംത തീർച്ചയായും നീ അവനോട് റഹിംത കരുണ കാണിച്ചു. റഹ്മത്ത് കരുണ, അഥവാ നരകശിക്ഷയിൽ നിന്ന് ആരെയാണോ നീ സംരക്ഷിച്ചിട്ടുള്ളത് അവനോട് നീ കരുണ കാണിച്ചു. ഏറ്റവും വലിയ കരുണയാണല്ലോ അത്. നരകത്തിൽ നിന്ന് മാറ്റിയിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അള്ളാഹു അതിൽ ഉൾപ്പെടുത്തുക നമ്മളെ. വദാലിക, അത് പറഞ്ഞാൽ ആ സ്വർഗപ്രവേശനം, അതാണ്. വദാലിക, അത് ഹുവൽ ഫൗസുൽ അലീം. ഹുവ അത്, അൽ ഫൗസ്, ഫൗസ് വിജയം. ഫായിസ് എന്നൊക്കെ പേര് കേട്ടിട്ടാണ്. ഫായിസ് വിജയിക്കുന്നവെന്ന. ആൺകുട്ടി വെച്ചാൽ ആ പേരിടാൻ പറ്റും. ഫൗസ് ഹുവ അതാണ്, അൽ ഫൗസ് വിജയം, അൽ അലീം വമ്പിച്ച മഹത്തായ. ഇതിന്റെ ആശയം മലക്കുകൾ ദുആ ചെയ്യാണ്, വിപത്തുകളെ തൊട്ട് വിശ്വാസമൊക്കെ ഉൾക്കൊണ്ട ആളുകളെ നീ കാക്കണം. എന്നിട്ട് ശേഷം പറയുന്നത്, പരലോകത്ത് തിന്മകളുടെ ശിക്ഷകളെ തൊട്ട് അള്ളാഹു ആരെയാണോ കാത്തത്, അഥവാ നരകം ആർക്കാണോ നൽകാതെ സ്വർഗപ്രവേശനത്തിന് അർഹരാകുന്നത് അവരെ ഫഖദ് റഹിംത തീർച്ചയായും, കത് പറഞ്ഞ തീർച്ചയായും അവനെ നീ അനുഗ്രഹിച്ചു, നിന്റെ കരുണ അവന് കൊടുത്തു. വദാലിക, കരുണ എന്നത് സ്വർഗാണ്.
ആ സ്വർഗം ഹുവ അത് തന്നെയാണ് അൽ ഫൗസുൽ അലീം, മഹത്തായ വമ്പിച്ച വിജയം. മനസ്സിലായല്ലോ. ഇനി അടുത്ത ആയത്ത്, 10-ാമത്തെ ആയത്ത്. ഇനി അടുത്ത ആയത്ത് എന്താണ് തുടങ്ങുന്നത്? ഇതുവരെ നമ്മൾ സംസാരിച്ചത് വിശ്വാസികളെ സംബന്ധിച്ചാണ്. ഖുർആനൊരു സ്വഭാവമുണ്ട്, നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ ഉടനെ സ്വർഗത്തെക്കുറിച്ച് പറയും. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പറയും. ഇങ്ങനെയാണ് ഖുർആനിലെ ചില പ്രയോഗങ്ങൾ. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞതിന് ഉടനെ ഇനി അള്ളാഹുവിന്റെ സംസാര വിഷയം ഈ വിശ്വാസികളെ അധമരായി കാണുന്ന അവിശ്വാസികളുണ്ടല്ലോ ഇവിടെ, വല്ലാതെ പിന്നെ ഉല്ലസിക്കുന്ന ആളുകൾ, വിശ്വാസികളുടെ വിശ്വാസത്തെയും അവരുടെ പ്രവാചകരെയും ഖുർആനിനെയും ഒക്കെ പരിഹസിക്കുന്ന അവിശ്വാസികൾ, അവരെ കുറിച്ചാണ് 10-ാമത്തെ ആയത്ത് സംസാരിക്കുന്നത്. ഏതാ 10-ാമത്തെ ആയത്ത്? ഇന്നല്ലദീന കഫറു, ഇന്നല്ലദീന തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, കഫറു അവർ നിഷേധിച്ചിട്ടുണ്ട്, അഥവാ സത്യനിഷേധികൾ യുനാദൗന അവരോട് വിളിച്ചു പറയപ്പെടും. നാദ കേട്ടതാണ്, അവരോട് വിളിച്ചു പറയപ്പെടും. ഇതും പരലോകത്ത് സംഭവിക്കുന്നതാണ് അതിന് പറയുന്നത്. യുനാദൗന അവർ വിളിക്കപ്പെടും, അല്ലെങ്കിൽ അവരോട് വിളിച്ചു പറയപ്പെടും. എന്താണ് പരലോകത്ത് വിശ്വാസികളെ ഈ ലോകത്തിൽ നിന്ന് പരിഹസിച്ച് കളിയാക്കി അവരുടെ ആശയങ്ങളും കർമ്മങ്ങളുമൊക്കെ വളരെ പുച്ഛ സ്വഭാവത്തോടു കൂടി കാണുന്ന ആളുകൾ പരലോകത്ത് വന്നാൽ നിഷേധികളുടെ അവസ്ഥയാണ് ഇതിൽ പറയുന്നത്. അവരോട് വിളിച്ചു പറയപ്പെടും ലമഖ്തുല്ലാ, അള്ളാഹുവിന്റെ ശക്തമായ കോപം. മഖ്ത് പറഞ്ഞാൽ കഠിനമായ കോപത്തിനാണ് പറയാം. നമ്മൾ ഗളബ് കേട്ടിട്ടില്ലേ? ഗളബിനേക്കാൾ ഒന്നുകൂടി ശക്തമായത്. അള്ളാഹുവിന്റെ ശക്തമായ കോപം അക്ബർ, അതാണ് ഏറ്റവും വലുത്. മിമ്മഖ്തിക്കും, നിങ്ങളുടെ കോപത്തെക്കാൾ, അംഫുസക്കും നിങ്ങളോട് തന്നെ, നിങ്ങൾക്ക് നിങ്ങളോട് എത്രമാത്രം കോപം ദേഷ്യമുണ്ടോ അതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിന് നിങ്ങളോടുള്ള കോപം. എന്താ പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? പരലോകത്ത് അവിശ്വാസികൾക്ക് അവരോട് തന്നെ ഭയങ്കര കോപം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും പരലോകത്ത് അവിശ്വാസികൾക്ക്. എന്താ കാര്യം? അവിടെ വെച്ച് കാര്യം ബോധ്യപ്പെടും. ഞങ്ങൾ ഇതുവരെ സഞ്ചരിച്ചത് നേർമാർഗത്തിലല്ല എന്ന് പരലോകത്ത് വെച്ചുകൊണ്ട് അവിശ്വാസികൾക്ക് അവിടെ വെച്ചാണ് ബോധ്യപ്പെടുക. അപ്പൊ സ്വന്തത്തോട് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. കാരണം അവിടെ പരാജയവും നഷ്ടവും കാണുമ്പോൾ സ്വന്തത്തോട് അതിശക്തമായ ദേഷ്യം ഉണ്ടാവും. ആ രംഗമാണ് പറയുന്നത്. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് നിങ്ങളോട് എത്രയാണോ അതിശക്തമായ കോപം, ദേഷ്യം, അതിനേക്കാൾ വലിയ ദേഷ്യമാണ് അള്ളാഹുവിൻ്റെ, അഥവാ അതിനേക്കാൾ അള്ളാഹുവിന് അവിശ്വാസികളോട് ആ സന്ദർഭത്തിൽ കോപമുണ്ടാകും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹു കുഫറിനെ തൊട്ടും കുഫറിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തി തൊട്ടും കാക്കട്ടെ. അപ്പോൾ നമ്മൾ ഏത് തിന്മ ചെയ്താലും അങ്ങനെ തന്നെ. തിന്മയുടെ വാഹകർക്ക് അവിടെ ആ പരലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്വന്തത്തോട് ദേഷ്യമാണ്. കാരണം ഞാൻ ഈ തിന്മകളൊക്കെ ചെയ്യാൻ കാരണം ഈ ശരീരമാണല്ലോ. എന്നാൽ ആ തിന്മ ചെയ്ത വ്യക്തിയോട് അള്ളാഹുവിന് ശക്തമായ കോപമുണ്ടാകും എന്ന് ഖുർആൻ പറയുന്നു. ഇനി നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരുന്ന സമയം, ദായതുന്ന് കേട്ടല്ലേ, അള്ളാഹു അവരോട് പറയാ, നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരുന്ന സമയം, ഇലൽ ഈമാൻ വിശ്വാസത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കപ്പെട്ടിരുന്നു. ദുനിയാവിൽ വെച്ചിട്ട് കുറെ പ്രബോധകന്മാർ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ പലതും കാരണങ്ങൾ നിങ്ങൾ ആ വിശ്വാസത്തിലേക്ക് വന്നില്ല. അത് ആരെങ്ങാണ് പറയുന്നത്? നിങ്ങൾ ക്ഷണിക്കപ്പെട്ടിരുന്ന സമയം, ഇലൽ ഈമാൻ വിശ്വാസത്തിലേക്ക്, ഫതുക്ഫറൂൻ നിങ്ങൾ അവിശ്വസിച്ചു. നിങ്ങൾ അവിശ്വസിച്ചു. അത് വ്യക്തമാണല്ലോ. ദുനിയാവിൽ വെച്ചുകൊണ്ട് അതിനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ അവിശ്വസിച്ചു കളഞ്ഞു എന്നാണ് ഖുർആൻ ഈ ആയത്തോട് ഒരു പരിഹാസത്തിന്റെ, അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ വലിയ കോപം നിങ്ങൾക്കുണ്ട് എന്ന പരിഹാസത്തിന്റെ ചുവയുള്ള വാക്കുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയമുണ്ട്. മഖ്തുല്ല പറഞ്ഞല്ലോ അവിടെ. മഖ്തുല്ല, നമ്മൾ മഖ്തു പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞു അള്ളാഹുവിന്റെ ശക്തമായ കോപം. അവിടെ ലാ വന്നിട്ടുണ്ട്. എന്ന് വന്നത് അത് കസമിന് എന്ന് പറയും, അഥവാ അള്ളാഹുവാണേ സത്യം. അതാണ് കസം. അള്ളാഹുവാണേ അള്ളാഹുവിന്റെ ശക്തമായ കോപം, അഥവാ സത്യം ഇട്ടുകൊണ്ട് പറയാം. അതിനാണ് ലാമ്. മഖ്തുല്ല, അള്ളാഹുവിന്റെ ശക്തമായ കോപം എന്ന് പറഞ്ഞാൽ പോരാ, അതിന് മഖ്തുല്ല പറഞ്ഞാൽ മതി. അവിടെ ലാ ചേർത്തത് സത്യം ചെയ്ത് പറയാനാണ്. അള്ളാഹുവാണേ അള്ളാഹുവിന്റെ ശക്തമായ കോപം, അക്ബറു അത് ഏറ്റവും വലുതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് കോപമുള്ളതിനേക്കാൾ. അതാണ് അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക്. അടുത്ത ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിശ്വാസികളുടെ രംഗമാണ് ഇനിയുള്ള ആയത്തിലും അള്ളാഹു സൂചിപ്പിക്കുന്നത്. നമ്മൾ 10-ാമത്തെ ആയത്ത് പറഞ്ഞു. ഇനി 11 അവിശ്വാസികളുടെ പ്രതികരണം. ഇത് അവിശ്വാസികളുടെ അള്ളാഹു പറയുന്ന വർത്താനാണല്ലോ നമ്മൾ സംസാരിച്ചത്. അള്ളാഹുവിന് ശക്തമായ കോപമുണ്ടാകും എന്നൊക്കെ
അവരോട് പറയുന്ന സംസാരം. അതിന് അവിശ്വാസികളുടെ മറുപടി പരലോകത്ത്. ഖാലു, അവിശ്വാസികളുടെ പ്രതികരണം, അവർ പറയും റബ്ബന, ഞങ്ങളുടെ റബ്ബേ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, അമത്തന, അമത്തന നമ്മൾ മൗത്ത് കേട്ട പദം, അതിൽ നിന്ന് വന്ന തന്നെയാണ്. അമത്തന ഞങ്ങളെ നീ മരിപ്പിച്ചു, അമത്തന ഞങ്ങളെ നീ മരിപ്പിച്ചു, ഇത്നത്തൈന് 2 തവണ, 2 മരണം. അവിടെ ഓത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട് കേട്ടോ, അവിടെ നമ്മൾ ലാസ്റ്റ് അത് പറയാം. അമത്തന ഞങ്ങളെ നീ മരിപ്പിച്ചു, ഇത്നത്തൈൻ 2 തവണ, അഥവാ 2 മരണം. വ അഹ്യൈതന ഞങ്ങളെ നീ ജീവിപ്പിച്ചു, ഇത്നത്തൈൻ 2 തവണ, അഥവാ 2 തവണ ഞങ്ങൾക്ക് ജീവിതവും 2 തവണ മരണവും ഞങ്ങൾക്ക് നൽകി. വിശദീകരിക്കുക മനസ്സിലാവും. അതുകൊണ്ട് ഫഅ്തറഫ്ന, ഇഅ്തിറാഫ്, ഫഅ്തറഫ്ന ഞങ്ങൾ സമ്മതിച്ചു, അംഗീകരിച്ചു, ബിദുനൂബിന ഞങ്ങളുടെ തെറ്റുകൾ. ഇത് കൃത്യമായി അവരുടെ മുന്നിൽ അള്ളാഹു അവരുടെ തെറ്റുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവർ പറയാം ഞങ്ങൾ സമ്മതിച്ചു റബ്ബേന്ന്, ഞങ്ങൾ സമ്മതിച്ചു ബിദുനൂബിന ഞങ്ങളുടെ തെറ്റുകൾ. ഇനി എന്താണ് അവരുടെ മുന്നിലുള്ള മാർഗം? അവർ പറയാണ് ഫഹൽ ഉണ്ടോ, ഹൽ പറഞ്ഞാൽ ഉണ്ടോ, ഇലാ ഖുറൂജ് എക്സിറ്റ്, ഖുറൂജ് ആണ് എക്സിറ്റ്, പുറത്തേക്ക് പോകുന്നതിലേക്ക്, മിൻ സബീൽ, സബീൽ പറഞ്ഞ മാർഗം, മിൻ വല്ല, വല്ല മാർഗവും പുറത്തേക്ക് പോകാനുണ്ടോന്ന പരലോകത്ത് എത്തുകൊണ്ട് അവിശ്വാസികൾ പറയാം ഫഹൽ ഉണ്ടോ ഇലാ ഖുറൂജ്, പുറത്തു പോകാൻ, മിൻ സബീൽ വല്ല മാർഗവും ഇനി പുറത്തേക്ക് പോകാനുണ്ടോ റബ്ബേ എന്ന് അവിശ്വാസികൾ പറയാം. ഉണ്ടോ? ഒരു സംശയമില്ല, ഒരിക്കലും മടക്കമില്ലാത്തൊരു ലോകമാണ് പരലോകം. ഇതൊക്കെ ഒരുപക്ഷെ നമുക്കും വരാൻ സാധ്യതയുണ്ട് എന്ന ബോധത്തോടുകൂടി നമ്മൾ ജീവിക്കണം. അതിനാണ് ഈ ആയത്ത് പഠിക്കുന്നത്. കേവല അവിശ്വാസികളെ കുറിച്ച് മാത്രമല്ല, നമ്മൾ മനസ്സിലാകുന്നത് നല്ലതാണ്. അവരുടെ പ്രതികരണം നോക്കുമ്പോൾ കാലു അവർ പറയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ, അമത്തന ഞങ്ങളെ നീ മരിപ്പിച്ചു, ഇസ്നതൈൻ 2 മരണം. ഏതായി 2 മരണം അറിയോ? ഒന്ന്, ഈ റൂഹ് ഊതുന്നതിന് മുമ്പുള്ള അവസ്ഥ, മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ റൂഹ് ഊതുന്നതിന് മുമ്പുള്ള അവസ്ഥ ഉണ്ടല്ലോ, ഈ രക്തപിണ്ഡവും അനുത്തുഫയും അലക്കയും ഒക്കെ ആവുന്ന രംഗമുണ്ട്. പല ഘട്ടങ്ങൾ പിന്നിട്ടാണല്ലോ പിന്നെ റൂഹ് ഊതുക. ഈ റൂഹ് ഊതുന്നതിന് മുമ്പുള്ള അവസ്ഥക്കാണ് ജീവനില്ലാത്ത അവസ്ഥ, അതൊരു മരണമാണല്ലോ. ഒന്നതാണ്. രണ്ടാമത് ഈ പരലോകത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, രണ്ടാമത് ദുനിയാവിൽ വെച്ചുകൊണ്ടുള്ള മരണം. ഇങ്ങനെ 2 മരണങ്ങൾ മനസ്സിലായല്ലോ. ഒന്ന് റൂഹ് ഊതുന്നതിന് മുമ്പുള്ള അവസ്ഥ, ആ അവസ്ഥക്ക് മരിച്ച പോലെയാണല്ലോ, ജീവനില്ലല്ലോ. 2 ദുനിയാവിൽ വന്ന് ജീവിച്ചിട്ട് പിന്നൊരു മരണം ഉണ്ടല്ലോ, സാധാരണ നമ്മൾ മരിക്കുന്നത് പോലെ. ഇതാണ് 2 മരണം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി അഹ്യൈതന ഞങ്ങളെ നീ ജീവിപ്പിച്ചു, ഇസ്നതൈൻ 2 തവണ. അതേതാ? ഒന്ന് ദുനിയാവിലുള്ള ജീവിതം, 2 മരണാനന്തരമുള്ള ജീവിതം. ഈ 2 ജീവിതവും 2 മരണവും ഒരു വ്യക്തിക്കുണ്ട്. അപ്പൊ ആ വിശ്വാസികൾ അവിടെ വെച്ച് കൊണ്ട് പറയാണ് ഞങ്ങൾക്ക് നീ 2 മരണവും 2 ജീവിതവും തന്നു, അതുകൊണ്ട് ഫഅ്തറഫ്ന ബിദുനൂബിന ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ സമ്മതിച്ചു റബ്ബേ, ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവരെ മുന്നിൽ കൃത്യമായി പ്രത്യക്ഷമായി കൊടുക്കുക അല്ലാഹു. എല്ലാം മറയും നീക്കുന്ന രംഗാണ് പരലോകം. എന്നിട്ട് അവർ പറയാണ് ഇതൊരു മടക്കത്തെ ആഗ്രഹിക്കുകയാണല്ലോ. ഫഹൽ ഉണ്ടോ ഇലാ ഖുറൂജ് പുറത്തു പോകുന്നതിലേക്ക്, മിൻ സബീൽ വല്ല മാർഗവും ഇല്ല എന്നത് വളരെ വളരെ സത്യമാണ് എന്ന് നമുക്ക് ബോധ്യമാകും. അള്ളാഹു ഈ അവസ്ഥകളെ തൊട്ടൊക്കെ നമ്മെ കാക്കട്ടെ. കഴിഞ്ഞില്ല. ഇനി ഇതൊക്കെ ഈ അള്ളാഹുവിൻ്റെ അതിശക്തമായ കോപം, അവർ നരകാവകാശിയാവാനുള്ള കാരണം, ഇതൊക്കെ എന്താണ് എന്ന് പറയാം. ദാലിക്കും, അതാണ് അടുത്ത ആയത്ത്, 12ാമത്തെ ആയത്ത്. ദാലിക്കും അത്, ബി അന്നഹു തീർച്ചയായും കാര്യം, അന്ന പറഞ്ഞ തീർച്ചയായും, ബി പറഞ്ഞ ഒരു അതിന് സബബി എന്ന് പറയാം, കാരണം എന്നാ. ബി അന്നഹു തീർച്ചയായും കാരണം, ഇദാ ദുഅയല്ലാഹു ശരിക്കും മനസ്സിലാകണേ, ഇദാ ദുഅയല്ലാഹ് വിളിക്കപ്പെട്ടാൽ, അല്ലാഹു എന്ന് വിളിക്കപ്പെട്ടാൽ, വഹ്ദഹു അവനെ മാത്രം, വഹ്ദവന ഏകൻ, അവനെ മാത്രം, കഫർത്തും നിങ്ങൾ അവിശ്വസിച്ചു. നോക്കി അള്ളാഹുലേക്ക് ഇങ്ങനെ ക്ഷണിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇവിടെ കാണുന്നതാണ്. മുസ്ലിം ഉമ്മത്തിൽ പോലും ഉണ്ട്. അള്ളാഹുവിനെ മാത്രം പറഞ്ഞിട്ട് അതിലേക്ക് മാത്രം ക്ഷണിച്ചു നോക്കുങ്ങൾ, അപ്പോൾ വല്ലാതെ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് മഹാന്മാരും അല്ലെങ്കിൽ ബീവിമാരും ഇവരൊക്കെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര ഈമാൻ വരും ചെയ്യും. ഇത് കാഫിറുകളെ കുറിച്ച് മാത്രമല്ല, നമ്മളെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ അള്ളാഹുവിനെ അള്ളാഹു എന്ന് മാത്രം വിളിക്കപ്പെട്ടാൽ, അതാ ബി അന്നഹു കാരണം തീർച്ചയായും കാര്യം, ഇദാ ദുഅയല്ലാഹ് അള്ളാഹ് എന്ന് വിളിക്കപ്പെട്ടാൽ, വഹ്ദഹു അവനെ മാത്രം, കഫർത്തും നിങ്ങൾ അവിശ്വസിച്ചു. ഇനി വയുശ്റക് ബിഹി അവനിൽ പങ്കു ചേർക്കപ്പെടുകയാണെങ്കിൽ, ഷിർക്ക് വയുശ്റക് പങ്കു ചേർക്കപ്പെടുകയാണെങ്കിൽ, തുഅ്മിനൂൻ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തു.
ശരിയല്ലേ? എത്ര വ്യക്തമാണ്. അള്ളാഹിനെ കുറിച്ച് മാത്രം പറഞ്ഞ വിരളി പിടിക്കും. എവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഒരു അള്ള ഉണ്ടോ? ഇങ്ങനെയൊക്കെ അവിശ്വാസികളോട് ചോദ്യം. എന്നാലും അവിശ്വാസികളല്ലാത്ത മുസ്ലിമാണ് എന്ന് പറയപ്പെടുന്ന ആളുകൾ അഥവാ ഇന്ന് യുസ്റത്ത് ബിഹി പങ്കു ചേർക്കപ്പെടുകയാണെങ്കിൽ തുഅ്മിനൂൻ വിശ്വസിക്കും പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മഹാന്മാരുടെ കഴിവും കുദറത്തും ഇങ്ങനെ എണ്ണി ഇങ്ങനെ പറയുകയാണെങ്കിൽ ഭയങ്കര അവരിലുള്ള വിശ്വാസം ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ ഇത് പല സ്ഥലത്തും പറയുന്നുണ്ട്. പരലോകത്ത് സംഭവിക്കുന്ന രംഗാണിത്. ഫൽ ഹുക്മു, ഇനി വിധി. ഫൽ ഹുക്മു, ഹുക്മു പറഞ്ഞ വിധി. പരലോകത്ത് വിധി ആർക്കാ? ലില്ലാഹ്, അള്ളാഹുവിനാകുന്നു. ആരാണ് അള്ളാഹു? അൽ അലിയിൽ കബീർ. അൽ അലി ഉന്നതൻ. അൽ അലി ഉന്നതൻ. അൽ കബീർ വലിയവൻ. അലി കബീർ രണ്ട് അള്ളാഹുവിൻ്റെ പേരാ. അലി ഉന്നതൻ, അൽ കബീർ വലിയവൻ. ഈ അള്ളാഹുവിനാകുന്നു പരലോക വിധി. അഥവാ അള്ളാഹുവിൻ്റെ വിധിയെ മറികടക്കാൻ അല്ലെങ്കിൽ റബ്ബിൻ്റെ കൂടെ വിധിക്കാൻ ഒരാളും പരലോകത്തുണ്ടാവില്ല. അന്തിമ വിധി അള്ളാഹുവിൻ്റെതാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരിക. ഇനി അള്ളാഹുവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ഈ 9, 10, 11, 12 ആയത്തുകൾ നമുക്കൊന്ന് ഓതിയിട്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم. إن الذين كفروا ينادون لمقت الله أكبر من مقتكم أنفسكم إذ تدعون إلى الإيمان فتكفرون. قالوا ربنا أمتنا اثنتين وأحييتنا اثنتين فاعترفنا بذنوبنا فهل إلى خروج من سبيل. ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. അവിടെ 11-ാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിക്കണം. 11. ഖാലു റബ്ബന അമത്തന അസ്നത്തൈനി എന്നാണ് ഇത് കാണുക ഖുർആനിൽ. അങ്ങനെയാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അമത്തന അസ്നത്തൈനി. അവിടെ അമത്തന നീട്ടരുത്. പിന്നെ ശേഷമുള്ള അലിഫും കളയണം. അഥവാ നൂനിനെ നീട്ടാനുള്ള അലിഫും കളയണം. ശേഷം ഒരു അലിഫ് കണ്ടില്ലേ? അവിടെ ചെറിയ അലിഫിനെ ഒരു ലൊമ്മ, ആ ലൊമ്മുള്ള അലിഫിനെ കളയാം. അമത്തനസ്നത്തൈനി. അമത്തനാന്ന് നീട്ടരുത്. ശേഷമുള്ള അലിഫിനെയും കളയണം. അപ്പൊ 2 അലിഫ് അവിടെ നിന്ന് കളയണം. തീരെ നാ നീട്ടരുത്. അമത്തനസ് ഉടനെ അമത്തന കഴിഞ്ഞ ഉടനെ സുക്കൂനുള്ള സായിലേക്ക് പ്രവേശിക്കണം. അമത്തനസ്നതൈനി. തീരെ നീട്ടാതെ നിന്നാൽ മതി. പിന്നെ അലിഫ് ഉച്ചരിക്കാതെ നിൽക്കുക, അത്രയേ ഉള്ളൂ. റബ്ബന അമത്തനസ്നതൈനി. അടുത്തതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നീട്ടാതിരിക്കുക. ആ നൂനിന് ശേഷമുള്ള അലിഫിനെ കളയാ. ശേഷമുള്ള ഒരു അലിഫുണ്ട്, ഒരു ചെറിയൊരു ലൊമ്മ മേലെ കാണാം. ആ അലിഫും കളയാം. 2 യാ ഉണ്ട് കേട്ടോ. അതാണ് ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.